സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രമണ സദ്ഗുരു രമണ സദ്ഗുരു രമണ സദ്ഗുരു രായരേ. 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 ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹം അഹം ഇതി സാക്ഷാദാത്മരൂപേണ ഭാതി. ഹൃദി വിഷമനസാ സ്വം ചിന്വതാമജ്ജദാ വാ പവനചലനരോധാദാത്മനിഷ്ഠോ ഭവത്വം. ശാരദാ ശാരദാംബോജവദനാവദനാംബുജേ സർവദാ സർവദാസ്മാകം സന്നിധിം സന്നിധിം ക്രിയാത്. ഇന്നലെ നമ്മൾ രമണ മഹർഷിയുടെ സാന്ദർഭികമായിട്ടുള്ള ഒരു കൃതി വിചാരം ചെയ്തു തുടങ്ങി. അപ്പളപ്പാട്ട് സാന്ദർഭികമായി വന്നൊരു കൃതിയാണെങ്കിൽ കൂടെയും ഉപനിഷത്ത് പ്രോക്തമായ വാക്യമാണ് ആ വരികളിലൂടെ നമുക്ക് കാണാൻ കഴിയണത്. സുഖം ആണ് എല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ചെയ്ത് സുഖം നേടാം എന്ന് വിചാരിച്ച് കുറേ പേര് കർമ്മ പദ്ധതികളിലൊക്കെ ഏർപ്പെട്ട് ലൗകികമായും പലതരത്തിലുള്ള കർമ്മത്തിൽ ഏർപ്പെട്ട് ആ സുഖത്തെ നേടാൻ വേണ്ടി പരിശ്രമിക്കണം. ഇനി സുഖത്തിന് ആത്യന്തികമായി വേണ്ടത് ധനം ആണെന്ന് കരുതി പലരും പരിശ്രമിക്കുന്നു. ഇനി ധനം മാത്രം പോരാ, ധാരാളം ആൾക്കാർ കൂടി നിന്നാൽ മാത്രമേ, എൻ്റെ ബന്ധുജനങ്ങളും സ്വജനങ്ങളും ഒക്കെ എൻ്റെ കൂടെ എപ്പോഴും സന്തോഷമായിട്ടിരുന്നാൽ മാത്രമേ എനിക്ക് സുഖം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് ചിലർ പരിശ്രമിക്കണു. വേദം പറയണു, ന കർമ്മണാന പ്രജയാധനേന ത്യാഗേനൈകേ അമൃതത്വം ആനശു. ഒരു കർമ്മത്തിലൂടെയും നമുക്ക് അമൃതത്വം കിട്ടില്ല. അമൃതത്വം എന്ന് പറയണത് നിജസുഖ അനുഭവം. മൃതത്വം എന്ന് പറയുമ്പോൾ തന്നെ ദുഃഖം ആണ് അല്ലെ? മരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ദുഃഖം വരുന്നു. അമൃതം എന്ന് കേൾക്കുമ്പോൾ ആത്യന്തികമായിട്ടൊരു സുഖം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ കിട്ടണം. അപ്പൊ കർമ്മം കൊണ്ട് നമുക്ക് സുഖത്തെ നേടാൻ കഴിയില്ല. കർമ്മം എന്നത് വിനൈ ഉന്തി പര എന്ന് മഹർഷിയെ പറഞ്ഞു. ഈ കർമ്മം എപ്പോഴും നമ്മളെ വലിയൊരു വിനയിൽ കൊണ്ടുവിടും, മറ്റൊരു കർമ്മത്തിന് കാരണമാക്കും. ആക്ച്വലി ഒരു കർമ്മത്തിൻ്റെ ആരംഭം പോലും മനസ്സിൻ്റെ വിക്ഷേപമാണ്. മനസ്സിൻ്റെ വിക്ഷേപമോ നമ്മളെ പലതരത്തിലുള്ള അപകടത്തിലേക്ക് കൊണ്ടുപോകും. മനസ്സിൻ്റെ വിക്ഷേപത്തിനെയാണ് നമ്മൾ സംസാരം എന്ന് പറയണത്.
മനസ്സ് ഒരിടത്തു നിന്ന് ഷാറ്റേഡായി വെളിയിലേക്ക് പോണതിനെയാണ് സംസാരം എന്ന് പറയുന്നത്. മനസ്സിൻ്റെ അന്തർമുഖത്തിലേക്കുള്ള പ്രയാണത്തിനെയാണ് യോഗം എന്ന് പറയുന്നത്. യോഗ ചിത്തവൃത്തി നിരോധ, ചിത്തവൃത്തികളെ നിരോധനം ചെയ്യുന്നതാണ് യോഗം. ഇന്നലെ പ്രഭാനന്ദ സ്വാമിയുടെ ചെറിയ ചെറിയ കൃതികൾ ഈ ആശ്രമത്തിൻ്റെ മേലിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ വാരി കൂട്ടിയിട്ടിരിക്കുന്നു. അപ്പം അതിൽ ഒരു കൃതി എടുത്ത് നോക്കിയപ്പോൾ ചെറിയൊരു പുസ്തകം, രമണ മഹർഷിയുടെ ഹുവാമൈ പോലെ ചെറിയൊരു പുസ്തകം. ആ പുസ്തകത്തിനകത്ത് യോഗത്തിനെക്കുറിച്ചും മനസ്സിൻ്റെ നിയന്ത്രണത്തിനെ കുറിച്ചൊക്കെ എഴുതിയിരിക്കണ കണ്ടു. അതിൽ ഇതേ വാക്യം യോഗ ചിത്തവൃത്തി നിരോധ, പതഞ്ജലി യോഗസൂക്തം ആയിട്ട് വരുന്നത്. മനസ്സിൻ്റെ സ്വഭാവം തന്നെ ദുഃഖമാണ്. മനസ്സിൻ്റെ സ്വരൂപം ഇല്ലായ്മയാണ്, മായയാണ്. ഇല്ലാത്തതിൽ പോയി മനസ്സ് നിലയുറപ്പിച്ച് നിൽക്കും. എന്നിട്ട് ആ മനസ്സ് തന്നെ ഇതില്ലാന്ന് ഉറപ്പിച്ച് മറ്റൊരിടത്തേക്ക് പോകും, മറ്റൊരില്ലാത്ത വസ്തുവിലേക്ക് പോകും. അപ്പൊ ഈ മനസ്സിനെ എങ്ങനെ യോഗം ചെയ്ത് നിർത്തണം? മനസ്സിനെ ആഗ്രഹങ്ങളില്ലാതിരിക്കണം. ആഗ്രഹങ്ങളാണ് നമുക്ക് കാമ ക്രോധങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ കാമം ക്രോധം ഒക്കെ ഈ ഇന്ദ്രിയങ്ങൾ ഇട്ടിരിക്കണ വേഷമാണ്. വെളിയിൽ പോയി ഇന്ദ്രിയങ്ങൾ കൂട്ടിക്കൊണ്ടുവരണ ഗസ്റ്റാണ് ഈ കാമവും ക്രോധവും ഒക്കെ. അപ്പോ മഹർഷി ഇവിടെ ആദ്യമേ ഉപദേശം ചെയ്തിരിക്കണു, അപ്പളം ഇട്ട് പാര് അതൈ ശാപ്പിട്ടുന്നാസയത്തീര്. ഏതൊരു വസ്തു കഴിച്ചാലാണോ നമുക്ക് ആശ തീരണത്? യല്ലബ്ധോ പുമാൻ തൃപ്തോ ഭവതി. ഏതൊരു വസ്തുവിനെ കിട്ടിയാലാണ് ഒരു ജീവൻ തൃപ്തിയടയണത്? അല്ലേ? എന്തൊക്കെ കിട്ടണോ? നമുക്കൊന്നും തൃപ്തിയേ ഇല്ല. ധാരാളം കാശുണ്ടാക്കണോ? തൃപ്തിയേ ഇല്ല. ബന്ധുജനങ്ങളോട് കൂടിയിരിക്കണോ? തൃപ്തിയില്ല. ഇഷ്ടപ്പെട്ട ജോലി നേടിയോ അയാളുടെ അടുത്ത് കൂടെ ചോദിച്ചാൽ കൂടെ തൃപ്തിയില്ല. അപ്പൊ എന്താ തൃപ്തി ഇല്ലാത്തത്? എന്ത് കഴിച്ചാലാണോ, എന്ത് കിട്ടിയാലാണോ നമുക്ക് തൃപ്തി ഉണ്ടാവണത്? എന്താ കഴിച്ചാൽ തൃപ്തി വരുമോ എന്ന് എല്ലാവരും ചോദിക്കും. കഴിച്ചാൽ തൃപ്തി വരില്ല. പക്ഷേ ആത്മാ അനുഭൂതിയെ പല പല ജ്ഞാനികളും പല മുനിമാരും ഒക്കെ നമുക്ക് രസസ്വരൂപമായിട്ട് തന്നു. പിബത ഭാഗവതം രസം ആലയം പിപത മുഹരഹോ പിപത ഭുവി ഭാവുകാഹ പിബത ഭാഗവതം രസം. ഭാഗവതമാകുന്ന രസത്തിനെ അങ്ങോട്ട് കുടിക്കുക എന്ന് പറഞ്ഞു. ഇനി മാണിക്യവാചകർ പോലുള്ള സ്വാമിമാരൊക്കെ പറഞ്ഞിരിക്കുന്നത് കറന്തപാൽ കന്തലടു നെയ് കലന്താർ പോലെ ശിരന്ത അടിയേർ സിന്തനയുൾ തേനൂറിനിன்று പിറந்த പിറപ്പറുക്കും എങ്കൻ പെരുമാൻ. കറന്തപാൽ കന്തലൊടു നെയ് കലന്താർ പോലെ എല്ലാം കുടിക്കാനും കഴിക്കാനും പറ്റിയ വസ്തുക്കളെയൊക്കെ മിക്സ് ചെയ്തിട്ട് കുടിച്ചാൽ ഏതൊരു ആനന്ദ സ്വരൂപമാണോ നമുക്ക് ഉണ്ടാവണത്, ഏതൊരു മാധുര്യമാണോ ഉണ്ടാവണത്, ആ മാധുര്യമാണ് ഈശ്വര സ്വരൂപം, ആത്മസ്വരൂപം. അതിനെ അറിഞ്ഞാൽ പിന്നെ നമുക്ക് ജന്മമേ ഇല്ല എന്ന് യോഗികൾ പാടിയിരിക്കുന്നു. അതുപോലെ അപ്പളമിട്ട് പാര്. ഇങ്ങനെ ഒരു അപ്പളം ഇട്ട് നോക്കൂ, ഇങ്ങനെ ഒരു പപ്പടം ചുട്ടു നോക്കൂ. ഇതൈ ശാപ്പിട്ടുന്നാസയത്തീര്. ഈ അപ്പളം, ഏതപ്പളം കഴിച്ചാൽ നമ്മുടെ ആശ മുഴുവൻ തീരും, ആഗ്രഹം മുഴുവൻ ഇല്ലാതാവും. ആ അപ്പളം ഇട്ട് കഴിക്കൂ. ആ അപ്പളം അതിൻ്റെ കൂട്ട് അല്ലെ, മെനു ഇല്ലല്ലോ, പാചകത്തിൻ്റെ രീതി അല്ലെ, ഒരു കുക്കറി ഷോ പോലെ ഭഗവാൻ ഈ അമൃതത്വത്തിനെ നമുക്ക് തരുകയാണ്. ഈ ഭൂവി തന്നിൽ എങ്കിത്തിരിയാമൽ സദ്ബോധ സുഖ സദ്ഗുരുവാനവർ ചെപ്പാത് ചൊന്ന തത്തുവമാക്കിറ ഒപ്പുയർവില്ല
ഓർമൊഴിയിൻ പടി അപ്പളമിട്ട് പാര്. എങ്ങനെയുള്ള അപ്പളമാ ഇടേണ്ടതെന്ന് വെച്ചാൽ, ഈ ഭൂവി തന്നിൽ ഏങ്കിത്തിരിയാമൽ, ഈ ഭൂമിയിലെ ഈ സംസാര ചക്രത്തില് പെട്ട് ചുഴലാതെ, ഈ സംസാരത്തിൽ പെട്ട് നമുക്ക് വളരെയധികം ക്ലേശം സംഭവിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് സംസാരം എന്ന വാക്കിന് തന്നെ ക്ലേശം എന്ന് തന്നെയാണ് അർത്ഥം. ആ ക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കണ നമ്മള് ഇനിയും ഈ ക്ലേശം അനുഭവിക്കാതെ ഗുരുവചനം പോയി കേൾക്കൂന്ന് ഭഗവാൻ പറയുന്നു. എന്താ ഗുരുവിന്റെ വചനം? എന്താ ഗുരു എന്ന് പറഞ്ഞാൽ ഉപനിഷത്തെ ഗുരു. എന്താ ഉപനിഷത്തെ ഗുരു? ഉപനിഷത്ത് ഏതൊരു ബ്രഹ്മലക്ഷണത്തിനെയാണോ പറയണത്, അതേ ബ്രഹ്മലക്ഷണത്തിനെയാണ് ഭഗവാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. സത്ത്, ബോധ, സുഖം. സത്ത്, ചിത്ത്, ആനന്ദം. ബ്രഹ്മവിദാപ്നോതി പരം തദേശാഭ്യുക്താഃ സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ യോ വേദനിഹിതം ഗുഹായാം പരമേ വ്യോമൻ. സത്യം, ജ്ഞാനം, അനന്തം. അതിനാണ് ഇവിടെ ഈ സത്യമറിയാതെ ഈ സംസാരത്തിൽ പോയി നമ്മൾ വീണ് വളരെയധികം ബുദ്ധിമുട്ടണു. എന്താ സത്യമറിയാത്തതിനൊരു ഉദാഹരണം എന്ന് വെച്ചാൽ, ഒരാൾ ഗംഗാക്കരയിൽ ഇരിക്കണം. ഈ ഗംഗാക്കരയിൽ ധാരാളം പേര് ഗംഗയെ നോക്കി പ്രാർത്ഥിക്കണു, ആരാധന ചെയ്യണു. ഇതിനിടയിൽ ഒരു കമ്പിളി ഗംഗയിൽ ഇങ്ങനെ ഒഴുകി വരണം. ഈ കമ്പിളിയെ കണ്ടിട്ട് അവിടെ നിന്ന് ഒരാള് ചാടി ഗംഗയിലേക്ക് നീന്തി നല്ലവണ്ണം നീന്തലടിച്ചു. ഒരു നീന്തൽ വിദഗ്ധൻ ചാടിപ്പോയി ആ കമ്പിളിയിൽ പോയി പിടിച്ചു. കമ്പിളിയിൽ പോയി പിടിച്ചതിന് ശേഷം അവിടെ നിന്നുള്ള ആൾക്കാരെ എല്ലാം വിളിച്ചിട്ട് എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അവിടെ അപ്പോൾ ആൾക്കാർ പറഞ്ഞു, നീയല്ലേ കമ്പിളി കണ്ടിട്ട് ചാടിയത്, എന്നിട്ട് നീ അവിടെ കിടന്നിപ്പോൾ രക്ഷിക്കണമെന്ന് പറഞ്ഞു, അതിനെ വിട്ടിട്ട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എപ്പോഴേ പിടിവിട്ടു, ഇത് കമ്പിളിയല്ല കരടിയാണ്, അതെന്നെ വിടലില്ല. ഇതുപോലെയാണ് ഈ സംസാരത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിൽ പോയി പിടിക്കും, പക്ഷേ നമ്മൾ പിടിവിട്ടാ അത് പിടിവിടില്ല. ഏതെങ്കിലും ഒരു ബാങ്ക് ലോണിൽ പോയിട്ട് നമുക്ക് കാശ് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി പിടിക്കും, ബാങ്കൊന്നും നമ്മളെ പിടിക്കണേ ഇല്ല. ബാങ്ക് ഇങ്ങനെ ഒരു മായ കാണിക്കും, ഇത്ര പലിശ നിരക്ക് കുറവിൽ നിനക്ക് പലിശ തരാം, അല്ലെങ്കിൽ ലോൺ തരാം എന്നൊക്കെ പറയും. നമ്മൾ പോയി ആ മായ കണ്ടിട്ട് പോയി വീഴും. അവസാനം എന്താ, അത് പിടിവിടില്ലേ. നമ്മൾ ഇനി വേണ്ട ബാങ്ക് എന്ന് വിചാരിച്ചാലും ബാങ്ക് പിടിവിടുവോ? ബാങ്ക് പിടിവിടേയില്ല. ബാങ്ക് തിരിച്ച് നോട്ടീസ് അയക്കും, ജപ്തി വരും, ഒക്കെ വരും. ഇതാണ് സംസാരത്തിന്റെ പിടി. അപ്പൊ ഈ സംസാരത്തിലേക്ക് നമ്മൾ ഭ്രമിപ്പിക്കുന്നത് എന്താണ്? ഈ ആശയാണ്, ഈ ആഗ്രഹമാണ് നമ്മളെ എന്തൊക്കെയോ നേടണം നേടണം എന്ന് പറഞ്ഞ് ഈ ഭ്രമിപ്പിക്കുന്നത്. ഒരു ഭ്രമയാണത്. ആ ഭ്രമയോ വലിയൊരു ദുഃഖത്തിന് തന്നെ കാരണമാകും. ഒരു കുരങ്ങൻ പോയി ഒരു മുട്ടായി കുപ്പിയിൽ കൈയിട്ടു, കടക്കാരനില്ലാത്ത ടൈമിൽ. മുട്ടായി കുപ്പിയിൽ കൈയിട്ടിട്ട് ഈ മുട്ടായി പിടിച്ചിട്ട് കുപ്പിക്കകത്തുനിന്ന് കൈ വെളിയിൽ വരണില്ല. കുറച്ചു നേരം പ്രാക്ടീസ് ഇങ്ങനെ നോക്കി, പറ്റണില്ല. കടക്കാരൻ വന്നു, അടി തുടങ്ങി. ധാരാളം അടി കിട്ടി, വേദന എടുക്കണവരേക്ക് ഇത് സഹിച്ചു കുറേ നേരമായി. വേദന നല്ല പോലെ വന്നപ്പോഴേ ഇനി ആ മുട്ടായി അങ്ങോട്ട് വിട്ടപ്പോൾ ഫ്രീ ആയി, കൈ വെളിയിൽ വന്നു. ഇതുപോലെയാണ് ഈ സംസാരം. എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചാൽ ക്ലേശിക്കും. ഈ കൈ വിട്ടാൽ അപ്പോൾ സന്തോഷമായി. അതുകൊണ്ട് ജ്ഞാനികൾ എന്ത് ചെയ്യണം? ഈ മുട്ടായി എടുക്കാൻ വേണ്ടി മുതിരണില്ല. ചുമ്മാ എന്തിനാ അടി കൊള്ളണത്? വെറുതെ നമ്മൾ അടി കൊള്ളേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഉപനിഷത്ത് പ്രോക്തമായ വസ്തുവിനെയാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിനെ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ സംസാരത്തിൽ പോയി ചുഴലണത്. എന്താ സത്യം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും മാറാത്തത്. ഇപ്പൊ സ്പിരിച്വാലിറ്റിയിൽ വരണവർക്ക് ഒരു ധാരണയുണ്ട്, സത്യത്തിനെ ഏതോ ഒരു കാലം ഞാൻ എന്തോ സാധന ചെയ്ത് നേടേണ്ടതാണ് സത്യം എന്ന്.
എന്തൊക്കെയോ ഞാൻ ചെയ്ത നാമജപത്തിലൂടെ, സങ്കീർത്തനത്തിലൂടെ, പ്രാണോപാസന ചെയ്തൊക്കെയാണ് ഞാൻ സത്യത്തിനെ നേടേണ്ടത് എന്നൊരു ധാരണയുണ്ട്. സത്യം എന്ന വാക്കിന് ഡെഫിനിഷൻ ഒരു കാലത്തും മാറാത്തത്, എല്ലായിടത്തും ഉള്ളത് എന്നർത്ഥം. എല്ലായിടത്തും ഉള്ളതാണെങ്കിൽ ഈ സത്യം ഇപ്പോൾ ഇവിടെ ഉണ്ടാവണമല്ലോ. ഈ സത്യത്തിനെ എവിടെന്നോ നേടേണ്ടതായിട്ടുണ്ടെങ്കിൽ ഈ സത്യം സത്യമല്ല. എവിടെയോ പോയി നേടേണ്ടതായിട്ടുള്ള പൊരുൾ ഉണ്ടെങ്കിൽ ആ പൊരുൾ ഒരു കാലത്ത് ഇല്ലാതായി പോവും. പക്ഷെ സത്യമോ നിത്യനിരന്തരമുള്ളത്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള പൊരുൾ, ആ പൊരുളോ എൻ്റെ സ്വരൂപമാണ്. ആ സ്വരൂപം ഇപ്പോൾ ഉണ്ട്, ഈ നിമിഷമുണ്ട്. ആ സത്യത്തിനെ ഉള്ള റെക്കഗ്നീഷനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആ സത്യം തന്നെയാണ് ജ്ഞാനം. സത്യത്തിനെ അറിഞ്ഞാൽ നമ്മൾ സത്യമായി തീരും. ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി. ആരാണോ ബ്രഹ്മത്തെ അറിയണത്, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സത്യം എന്ന് തന്നെ അർത്ഥം. ആരാണോ സത്യത്തിനെ അറിയണത് അവൻ സത്യമായി മാറി. അതിനെ അറിയണതിനെയാണ്, അവനവന്റെ സ്വരൂപത്തെ, ഉള്ള പൊരുളിനെ അറിയണതിനെയാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയണത്. ഇല്ലാതെ ഏതോ വേദത്തിൽ എഴുതിയിരിക്കുന്നതിനെ അറിയണതിനെ അല്ല ജ്ഞാനം എന്ന് പറയണത്. ജ്ഞാനത്തിന് പൊതുവെ അറിവ് എന്നൊരു നോളജ് എന്നൊരു അർത്ഥമുണ്ട്. പക്ഷേ വേദാന്ത ശാസ്ത്രം പറയുന്ന ജ്ഞാനം അവനവന്റെ നിലനിൽപ്പിനെ, സ്വരൂപത്തെ, സർവവേദങ്ങളും ഏതിലാണോ നിലനിൽക്കുന്നത് ആ പൊരുളിനെ അറിയലാണ് ജ്ഞാനം. വേദാന്തം സൂക്ഷ്മമായിട്ടുള്ള ശാസ്ത്രമാണ്. സൂക്ഷ്മമായിട്ട് പോകുമ്പോൾ നമ്മൾ സൂക്ഷ്മമായിട്ട് തീരും. ഞാനുണ്ട് എന്നുള്ള അറിവ്, അതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആ അറിവ് തന്നെയാണ് ആനന്ദത്തിന് കാരണമായിരിക്കുന്നത്. അതിനെയാണ് ഇവിടെ സത്ത് എന്ന് പറഞ്ഞാൽ സത്യം, ബോധം എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്ന് തന്നെ അർത്ഥം. ബോധം എൻ്റെ സ്വരൂപമാണ്. എന്താ ബോധം ഉണ്ടോ ഇല്ലയെന്ന് എങ്ങനെയാണ് നമുക്ക് സിംപ്ലി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ, ഏതൊന്നിനാണോ അവനവൻ ഉണ്ട് എന്ന് ഒരു ഉറപ്പുള്ളത് അതാണ് ബോധം. ഞാൻ ഉണ്ട് എന്ന് ആരെയും ആശ്രയിക്കാതെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടോ, ഞാൻ ബോധസ്വരൂപനാണ്. ഈ കസേരയ്ക്കോ ഈ ഫാനിനോ ഈ മൈക്കിനോ ഒന്നും ബോധമില്ല. അതിന് ഞാനുണ്ട് എന്നൊരു അവകാശമില്ല, അത് മൈക്കാണെന്നൊരു ധാരണയില്ല. പക്ഷെ സ്വയം പ്രകാശിതമായിട്ട് ഞാനുണ്ട് എന്ന് സ്വയമേവ അനുഭവത്തിലൂടെ, അനുഭവമേ സ്വരൂപമായിരിക്കുന്നതാണ് ബോധം എന്ന് പറയുന്നത്. അപ്പൊ ബോധം എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്ന് തന്നെ അർത്ഥം. അപ്പൊ ജ്ഞാനമില്ലാത്ത ആരുമേ ഇല്ല. മഹർഷിയെ പറഞ്ഞു ഇവിടെ അജ്ഞാനമില്ല, ജ്ഞാനമേ ഉള്ളൂ. ജ്ഞാനത്തിലൂടെയാണ് നമ്മൾ അജ്ഞാനത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഭയേ ഭയദർശനാത്. വലിയൊരു അഭയത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഭയത്തിനെ ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിയിൽ മുഴുവൻ ഭയത്തിനെ ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭയത്തിനെ ദർശിക്കലാണ് സംസാരം. ആ ഭയത്തിനെ ദർശിക്കുമ്പോഴാണ് നമ്മൾ ഏങ്കിത്തിരിഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ഭഗവാൻ പറയുന്നത്. ഏങ്കിത്തിരിയൽ എന്ന് പറഞ്ഞാൽ ചുഴലുക. ഒരു വാഷിംഗ് മെഷീനിലാട്ടിട്ട് നമ്മളെ കുഴയ്ക്കണത് പോലെ, ഒരു അമ്മിക്കുഴവിയിലിട്ട് നമ്മളെ കുഴയ്ക്കണത് പോലെ നമ്മൾ ചുഴന്നിരിക്കുകയാണ്, മാവായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഈ സംസാരത്തിൽ നിന്ന് നമുക്ക്, താപത്തിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ ഉപനിഷത്താകുന്ന ഉപദേശത്തെ നമ്മൾ കേൾക്കുക, സത്യത്തിനെ അറിയുക. സത്യത്തിനെ ആദ്യം കേൾക്കുക, സത്യത്തിനെ അറിയുക, സത്യമേ സ്വരൂപമായി ആനന്ദമായിട്ടിരിക്കുക. അല്ലെ, എന്തെങ്കിലും നമ്മൾ അറിയാൻ ബാക്കിയുള്ളത് കൊണ്ടാണ് നമുക്ക് തൃപ്തിക്കുറവ്. തൃപ്തി എന്ന് പറഞ്ഞാൽ പരിപൂർണമായ ആനന്ദമാണ്. അത് കുറച്ചു നേരത്തെ നിൽക്കണതല്ല, അത് നിത്യനിരന്തരമായിട്ട് നിൽക്കണം. കുറച്ചു നേരത്തേക്ക് തന്നെ നമ്മൾ ആഗ്രഹിച്ച് എന്തെങ്കിലും കിട്ടിയാൽ അല്പനേരത്തേക്ക് നമ്മൾ തൃപ്തനായിട്ടിരിക്കും. പക്ഷെ ആ തൃപ്തി എത്ര നേരം ലാസ്റ്റ് ചെയ്യും? അടുത്ത ആഗ്രഹം വരണത് വരേക്കും ആ തൃപ്തി ലാസ്റ്റ് ചെയ്യുള്ളൂ. ഓരോ ആഗ്രഹം നമ്മൾ മറ്റാഗ്രഹത്തിലേക്ക് കൊണ്ടുവരണു. ആഗ്രഹത്തിൻ്റെ പേരാണ് ജന്മം. ഓരോ ജന്മവും നമ്മൾ സത്യത്തെ അറിയാനാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഈ ആഗ്രഹം മറ്റൊരു ജന്മത്തിനെ നമുക്ക് തരണു.
സത്കാര്യം ചെയ്യണമെന്നുള്ളൊരു ഭാവമാണെങ്കിൽ കൂടെയും അതൊരു ആഗ്രഹമാണ്. അതും മറ്റു ജന്മത്തെ നമുക്ക് തരും. ആഗ്രഹങ്ങളെല്ലാം നമുക്ക് ജന്മത്തെ തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആശയെ അറിവിൻ, ആഗ്രഹമേ ഇല്ലാതിരിക്കുക, സത്യത്തിനെ അറിഞ്ഞുകൊള്ളുക. അപ്പൊ ഈ സത്യത്തിനെ അറിയാൻ എവിടെയാ പോവേണ്ടതെന്ന് വെച്ചാൽ സദ്ഗുരുവാനവൻ, സദ്ഗുരുവിൻ്റെ അടുത്തേക്ക് പോവുക. എപ്പോഴാ പോവേണ്ടത് നോക്കൂ, സംസാര ചക്രത്തില് കിടന്ന് ചുഴന്നതിന് ശേഷം. അല്ലാത്തൊരാൾക്കൊന്നും വേദാന്തം കൊടുത്താൽ എന്ത് വേദാന്തം? അവർക്ക് എന്ത് വേണം? ദുഃഖത്തിൻ്റെ, താങ്ങാനാവാത്ത ദുഃഖത്തിൻ്റെ അനുഭവമുള്ളവർക്ക് മാത്രമേ ഈ വേദാന്ത ശാസ്ത്രം ഫലവത്താവുള്ളൂ. ഇല്ലാത്തവർക്ക്, ദുഃഖമേ ഇല്ലാത്തവർക്ക് എന്ത് വേദാന്തം വേണം? അവർക്ക് ആവശ്യമേ ഇല്ല. വേദമേ പറയണു അങ്ങനെ, പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാത് നാസ്തി അകൃതകൃതേന തത് വിജ്ഞാനാർത്ഥം ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠ. പരീക്ഷ ലോകാൻ, ഈ ലോകത്തിൽ എല്ലാത്തിനെയും പരീക്ഷിച്ച് നോക്കിക്കൊള്ളുക. ലൗകികമായി പരീക്ഷിച്ചുകൊള്ളുക, ആധ്യാത്മികമായിട്ട് വന്നിട്ട് പരീക്ഷിച്ചുകൊള്ളുക, പല ശാസ്ത്രങ്ങളെ പഠിച്ചുകൊള്ളാം. ഒരു ബ്രാഹ്മണൻ വേദത്തിനെ മുഴുവൻ പഠിച്ചുകൊള്ളുക. സന്തോഷമുണ്ടോ? ഇല്ല. അവിവേകിനാം ശാസ്ത്രോഭാരം, വിവേകമില്ലാത്തവന് ശാസ്ത്രമേ ഭാരമാണ്. ധാരാളം പഠിച്ച് തലയിൽ കെട്ടി വെച്ചു, എന്താ ഫലം? തൃപ്തിയില്ലെങ്കിൽ എന്താ ഫലം? ഇനി കർമ്മങ്ങളെല്ലാം, ലൗകികമായിട്ടുള്ള അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തു നോക്കി, യജ്ഞയാഗങ്ങളൊക്കെ ചെയ്തു നോക്കി, ഇതിലൊന്നും ഫലമേ കാണണില്ല. ക്ഷുദ്രഫലത. ഈ ശാസ്ത്രങ്ങളും മുഴുവൻ എല്ലാം എനിക്ക് ക്ഷുദ്രഫലമാണ് തന്നുകൊണ്ടിരിക്കുന്നത്, ദുഃഖമാണ് ഫലം തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സദ്ഗുരുവിൻ്റെ അടുത്തേക്ക് പിന്നെ പോവുക. എങ്ങനെ ഇരിക്കണം സദ്ഗുരു? ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം, സത്സംഗത്തിന് പോവുക. സത്യത്തിനെ അറിയണമെങ്കിൽ നമ്മൾ സത്സംഗമായിട്ട് ബന്ധം വേണം. സത്സംഗത്തിലൂടെ നമുക്ക് ഈ ആഗ്രഹത്തെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ഈ സത്സംഗത്തിലൂടെ നമ്മൾ ജീവൻ മുക്തി എന്ന പദത്തിലേക്ക് വരണം. മുക്തി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫ്രീഡം. ആ ഫ്രീഡം നമ്മുടെ സ്വരൂപമാണ്. നോക്കൂ, ആത്മാവ് ഒന്നിനെയും ആശ്രയിച്ചല്ല നിൽക്കുന്നത്. അത് സ്വയം പ്രകാശിതമാണ്. ഒരു ബൾബും വേണ്ട, ഒരു ലൈറ്റും വേണ്ട, ഒരു സൂര്യനും വേണ്ട. ഇന്നലെ നമ്മൾ പറഞ്ഞു, ആ സ്വതന്ത്രമായിരിക്കുന്നത് ആത്മാവിൻ്റെ സ്വരൂപമാണ്. മുക്തി ആത്മാവിൻ്റെ തന്നെ സ്വരൂപമാണ്. രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഭഗവാനെ, ഈ ജീവൻ മുക്തൻ എന്ന് പറഞ്ഞാൽ എന്താ ഭഗവാനെ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ജീവൻ മുക്തനൊന്നും ഇല്ലപ്പാ, ജീവൻ മുക്തനോ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മുക്തി എന്ന് പറയണതേ ഇല്ല എന്ന്. ഇയാൾ വലിയ കൺഫ്യൂഷനായി. ഇതിനു വേണ്ടിയിട്ടാണ് ഓട്ടം. ഈ രാവിലെ കുറിയിട്ട് സന്ധ്യാവന്ദനം ചെയ്ത് മുക്തി കിട്ടുമോ, മുക്തി കിട്ടുമോ എന്ന് പറഞ്ഞു. കിം ജപൻ മുച്യതേ ജന്തുഹു ജന്മസംസാര ബന്ധനാത്. എന്തിനെ ജപിച്ചാൽ നമ്മൾ ഈ ജന്മസംസാരത്തിൽ നിന്നും മുക്തനാവും? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, മുക്തി എന്നൊന്നൊന്നുമില്ല എന്ന് പറഞ്ഞ് അയാൾ വിഷമിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, മുക്തി ഈസ് യുവർ റിയൽ നേച്ചർ. മുക്തി നിന്റെ തന്നെ സ്വരൂപമാണ്, ആത്മാവിൻ്റെ സ്വരൂപമാണ് മുക്തി. അപ്പൊ ഗുരുനാഥന്റെ അടുത്ത് പോയിട്ട് എന്താ ചെയ്യേണ്ടത്? ചെപ്പാത് ചൊന്ന തത്വമാകീരേ. ചെപ്പാതെ ചൊന്ന, പറയാതെ പറഞ്ഞ തത്വം. മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം. മൗനമേ വടിവം. മൗനത്തിൽ നിന്നേ നമുക്ക് കംപ്ലീറ്റ് ഡൗട്ടിന് നിവർത്തി. ചിന്ന സംശയാഹ, ഡൗട്ടേ ഇല്ലാത്ത അവസ്ഥ മൗനത്തിലൂടെ. എത്രയോ ഉപദേശിച്ചു ദക്ഷിണാമൂർത്തി, എത്രയോ കാലം ഉപദേശിച്ചു ശിഷ്യന്മാരെ. അപ്പൊ മൗനം കംപ്ലീറ്റ്
സംശയ നിവൃത്തിയാണ്. ഒരു ഡൗട്ടിന് ഒരു ഉത്തരം കൊടുത്താൽ ആ ഉത്തരം തന്നെ വലിയ ഡൗട്ടിന് കാരണമാവും. അതുകൊണ്ട് തന്നെ മഹർഷിയുടെ അടുത്ത് എല്ലാവരും വന്ന് ഭഗവാനെ എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിച്ചാൽ ഭഗവാൻ പറയും, ഡൗട്ട് ദി ഡൗട്ടർ. ആർക്ക് ഈ ഡൗട്ട് വരണോ അവനെ ഡൗട്ട് ചെയ്യൂ. ആർക്ക് ഈ സന്ദേഹം വന്നോ ആ സന്ദേഹം ആർക്കു വന്നോ എന്ന് ആരാഞ്ഞു നോക്കൂ. അല്ലാതെ ഒരു സന്ദേഹത്തിന് ഒരു തിരിച്ചൊരു റിപ്ലൈ കൊടുത്താൽ ആ റിപ്ലൈ വലിയ സന്ദേഹമായി മാറും. അപ്പൊ ചെപ്പാത ചൊന്ന് തത്വമാക്കിര്, ഒരു ഗുരു പറയാതെ തന്നെ പറഞ്ഞ മൗനമേ വടിവമായിട്ട് നിന്ന ഗുരുവിന്റെ ഉപദേശം. മൗനമേ വടിവം എന്ന് പറഞ്ഞാൽ ഇനി ഒന്നും നേടാനില്ല. എന്തെങ്കിലും നേടണമെങ്കിലാണ് നമുക്ക് ആവശ്യം, പറയേണ്ടത് ആവശ്യം, കേൾക്കേണ്ടത് ആവശ്യം. ഒന്നുമേ ഇനി കിട്ടേണ്ടതില്ല. മൗനമേ എൻ്റെ സ്വരൂപമാണ്. ആത്മജ്ഞാനമേ ഇതുവേ മൗനമേ ഏകവാനമേ ഇൻപസ്ഥാനമേ. മൗനമേ എൻ്റെ സ്വരൂപമാണ്. കംപ്ലീറ്റ് സംശയ നിവർത്തി. ആ മൗനത്തിൽ ദക്ഷിണാമൂർത്തി അങ്ങോട്ട് ഇരുന്നപ്പോഴേ ശിഷ്യന്മാർക്കെല്ലാം സംശയവും അങ്ങോട്ട് നിവാരണമായി മാറി. ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിന്ന സംശയ. നോക്കൂ, ഏതെങ്കിലും ഒരു ഉപദേശം നമ്മൾ തന്നു, തത്വമസി എന്നൊരു ഉപദേശം തന്നു എന്ന് വെച്ചോളാം. ഈ ഉപദേശത്തിന് നമുക്ക് വ്യാഖ്യാനിക്കാം, എത്ര ലിമിറ്റഡ് ആയിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ വാക്കുകളുടെ പരിമിതി അനുസരിച്ചേ നമുക്ക് വ്യാഖ്യാനമുള്ളൂ. പക്ഷെ മൗനത്തിനോ വ്യാഖ്യാനം അവസാനിക്കുമോ? ഒരു മൗനത്തിന് നമുക്ക് എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാം. മൗനത്തിന് ആരംഭമുണ്ടോ അവസാനമുണ്ടോ? സംസാരത്തിന് ആരംഭമുണ്ട്. ഞാനിവിടെ സത്സംഗം ആരംഭിച്ചപ്പോൾ ഒരു ആരംഭമുണ്ട്, ഇത് അവസാനിക്കുമ്പോൾ ഒരു അവസാനമുണ്ട്. പക്ഷെ മൗനത്തിന്റെ പ്ലെയിനിലാണ് ഈ സൗണ്ട് കൂടെ വരണത്. മൗനം എന്നൊരു പ്ലെയിൻ ഇല്ലെങ്കിൽ സൗണ്ടിന് നിലനിൽപ്പേ ഇല്ല. ഇപ്പൊ ഇവിടൊക്കെ സൈലന്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നു. ഇവിടൊക്കെ ധാരാളം സൗണ്ട് ഉണ്ടെങ്കിൽ ഈ പ്ലെയിനിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പൊ മൗനം എന്നൊരു പ്ലെയിൻ ഇല്ലാതെ ശബ്ദം എന്നൊരു പ്ലെയിനിന് സാധ്യമേ ഇല്ല. അപ്പൊ മൗനമാണ് ആത്മാവിന്റെ സ്വരൂപം. ആ മൗനത്തിനെ വ്യാഖ്യാനിച്ചാൽ അൺലിമിറ്റഡ് ആയി, ബ്രഹ്മത്തിനെ വ്യാഖ്യാനിച്ചു എന്നർത്ഥം. അപ്പൊ ഗുരുവിൻ്റെ അടുത്ത് പോയി ആ മൗനമേ ഞാൻ പഠിക്കണം. സത്യം എന്ന് പറഞ്ഞാൽ മൗനം തന്നെ അർത്ഥം. ആത്മാവിന്റെ സ്വരൂപം മൗനമാണ്. മൗനം എന്ന് പറഞ്ഞാൽ വാക് മൗനം എന്ന് നമ്മൾ കരുതേ ചെയ്യരുത്. വാടച്ചു മിണ്ടാതിരിക്കുന്നത് അല്ല മൗനം. മുനേഹേ സ്ഥിതി, മുനിയുടെ സ്ഥിതി എന്താ? ശാന്തി. മൗനത്തിന് ശാന്തി എന്ന് തന്നെ അർത്ഥമുണ്ട്. അത് വാക്മൗനം മാത്രമല്ല, മനസ്സിന്റെ മൗനം. മനസ്സിന്റെ ചിത്തവൃത്തികളിലേക്ക് അല്ലേ, മനസ്സ് വാക്കുകൊണ്ട് നമുക്ക് മൗനമായിട്ടിരിക്കാം. പക്ഷെ മനസ്സോ പറഞ്ഞുകൊണ്ടേയിരിക്കും, എന്തെങ്കിലും ചെയ്യണം 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 ചെയ്യണം. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫ്രം മൈൻഡ്. ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യടാ 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 പറയും അല്ലേ, ചൊല്ലിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കളാം. ഈ മനസ്സകത്ത് നിന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ കേട്ടാ മനസ്സിന് വീണ്ടും പറഞ്ഞു തരാം അല്ലേ. ഒരു ഗുരുവിൻ്റെ അടുത്തൊരു ശിഷ്യൻ വന്നു. ആ ഗുരു പറയണ ഉപദേശമൊക്കെ ശിഷ്യൻ കൃത്യമായിട്ട് കേട്ടാ ആ ഗുരുവിന് വീണ്ടും ഉപദേശിക്കാൻ തോന്നും. ഇനി കുറച്ചൊരു ഈടുപാട് വരുമ്പോൾ ശിഷ്യനെ കുറച്ച് ഒരു തല്ലൊക്കെ കൊടുത്തിട്ട് ചീത്തയൊക്കെ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കും. എന്നിട്ടും കേട്ടില്ലെങ്കിൽ തള്ളിക്കള. ഗുരു പിന്നെ ഉപദേശിക്കുകയില്ല. ഇതുപോലെ ഈ മനസ്സ് ഉള്ളിലിരുന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, എന്തോ ചെയ്യൂ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണോ. നമ്മളത് കേൾക്കണോണ്ടാണ് മനസ്സ് വീണ്ടും പറയണത്. കേൾക്കാതിരുന്ന് നോക്കൂ, കുറച്ചു നേരം തല്ലിത്തരും. തല്ലിത്തരുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമാവും, ഇരിക്കാൻ പറ്റണില്ല, ഓടണം, ജപം ചെയ്തുകൊണ്ടിരിക്കുമോ മനസ്സ് പോണു, എനിക്ക് എണീറ്റാ മതിയെന്ന് തോന്നും. വീണ്ടും ആ സ്ഥിതിയെ നമ്മൾ താം തിതീക്ഷസ്വ ഭാരത, അതിനെയും നമ്മൾ സഹനത്തിലൂടെ നമ്മൾ അതിനെയും നമ്മൾ നിവർത്തിച്ചാൽ ഈ മനസ്സ് നമ്മളെ തള്ളിക്കളയും.
മനസ്സ് നമ്മൾ തള്ളിക്കളഞ്ഞാൽ പിന്നെ മനസ്സിന് അവിടെ പ്രസക്തി ഇല്ല എന്നർത്ഥം അല്ലേ? മനസ്സ് എന്തുപദേശിച്ചാലും ഞാൻ കേൾക്കില്ല എന്ന് പറയുമ്പോൾ മനസ്സ് വിൽ ഗെറ്റ് സൈലന്റ്. മനസ്സ് സൈലന്റ് ആവും. മനസ്സിന്റെ സൈലന്റ് സ്ഥിതിയെയാണ് ആത്മാ എന്ന് നമ്മൾ പറയുന്നത്. തമൈവൈക്കം ജാനത ആത്മാനം അന്യാവാച വിമുഞ്ചത അമൃതസ്യ യേശ സേതു. മനസ്സ് എന്നൊരു പൊരുള് ഇല്ലാത്ത പൊരുളാണ്. മനത് ഉണ്ടത് ഇല്ലൈ ഉന്തീപ്പര. മനസ്സെന്ന് പറയുന്ന വസ്തു ഇല്ലാത്തതാണ്. ആ ഇല്ലാത്ത പൊരുളിൻ്റെ വാക്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ കേൾക്കാതിരിക്കുമ്പോൾ ഇല്ലാത്ത പൊരുൾ ഉള്ള പൊരുളായിട്ട് ലയിക്കും. അതുകൊണ്ട് തന്നെ ശ്രുതി പറയണു തമൈവൈക്കം ജാനത ആത്മാനം. ഈ കാണപ്പെടുന്നതെല്ലാം ആത്മാവ് തന്നെയാണ്. അതറിയണമെങ്കിൽ എന്താ? അന്യവാച വിമുഞ്ചത്. അന്യത്തിനെ കേൾക്കാതിരിക്കുക. മനസ്സിനെ പോലും ശരീരം പറയണതോ മനസ്സ് പറയണതോ ഒക്കെ കേൾക്കാതിരുന്നാൽ അമൃതസ്യ യേശ സേതുഹു. അമൃതത്വത്തിൻ്റെ ബ്രിഡ്ജാണത്. അമൃതത്വത്തിലേക്കുള്ള പാലമാണ്. പിന്നെ ഈസിലി വി ക്യാൻ വാക്ക് ത്രൂ ദാറ്റ്. മനസ്സ് അമൃതത്വത്തിൻ്റെ തന്നെ പാലമായി മാറും. നമ്മൾ ആത്മാവേ സ്വരൂപമായിട്ട് മാറും. അതുകൊണ്ട് ചെപ്പാത ചൊന്ന തത്വം ആകിരേ ഒപ്പുയർവില്ല ഓർമൊഴിയിൻ പടി. ഒപ്പ് ഉയർവ്. ആ തത്വം എന്താണ്? ഈ ലോകത്തൊന്നും നമുക്ക് ഡെഫൈൻ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള തത്വം, വ്യാഖ്യാനിക്കാൻ പറ്റാത്തതായിട്ടുള്ള തത്വം. ന തത്ര വാഗ്ഗച്ഛതി നോ മനോ ന വിദ്മോ ന വിജാനീമോ. ന തത്ര വാഗ്ഗച്ഛതി. ആ പൊരുളിലേക്ക് നമ്മളെ വാക്ക് എത്തില്ല, മനസ്സ് എത്തില്ല. ഏതുള്ളത് കൊണ്ടാണോ മനസ്സുള്ളത്, ആ ഉള്ള പൊരുളിലേക്ക് മനസ്സിന് എത്താനേ സാധ്യമല്ല. മനസ്സ് എത്തിയാലോ അഗ്നിയിൽ പെട്ട വിറകിനെ പോലെ വെന്തുരുകിപ്പോവും. അഗ്നിയിൽ പോയ വിറക്, ഞാൻ 10 മിനിറ്റ് അഗ്നിയിലെടുത്ത് അഗ്നിയെ ഒന്ന് ആലിംഗനം ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഒരു വിറക് ഒരു 10 മിനിറ്റ് എൻ്റെ അഗ്നിയിലെടുത്ത് ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് പോയതാ. വിറക് പിന്നെ ഇല്ല. വിറക് എന്തായി മാറി? അഗ്നിയായി മാറി. അതുപോലെ ഈ മനസ്സ് ആത്മാവിനെ എപ്പോൾ സ്പർശിക്കണോ മനസ്സ് വിൽ റിമൈൻ ആസ് ആത്മാ. അതിൻ്റെ ഉദാഹരണമാണ് പ്രകൃതിയിൽ നമ്മൾ കാണുന്നത്. മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രൻ, ആത്മാവിൻ്റെ കാരകനായിട്ടുള്ള സൂര്യൻ. ഈ സൂര്യൻ്റെ പ്രകാശം പൂർണ്ണമായിട്ട് എപ്പോൾ ചന്ദ്രനെ റിഫ്ലക്റ്റ് ചെയ്യണോ, ചന്ദ്രൻ ആത്മാവിനെ പോലെ സൂര്യനെ പോലെ തന്നെ പ്രകാശിച്ചിരിക്കും. ചന്ദ്രന്റെ സ്വരൂപം പ്രകാശമേ അല്ല. ചന്ദ്രൻ പ്രകാശിത വസ്തുവേ അല്ല. സൂര്യനോ പ്രകാശമാണ് സ്വരൂപം. സൂര്യനേക്കാളും പ്രകാശമാണ് ആത്മാവ്. കോടി സൂര്യപ്രഭ എന്ന് ഭാഗവതം പറയണം. കോടി സൂര്യപ്രഭ ഭഗവാന്റെ ഒരു നാമമാണ് കോടി സൂര്യപ്രഭം. കോടി സൂര്യപ്രകാശം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവദേവ. കോടി സൂര്യപ്രകാശം എന്ന് വെച്ചാൽ ഒരു സൂര്യൻ പ്രകാശിച്ചപ്പോൾ തന്നെ ഇല്ല, വെയിൽ താങ്ങാൻ വയ്യ നമ്മൾ. കോടി സൂര്യനായാലോ ഇപ്പം തന്നെ 40 ഡിഗ്രി 44 ഡിഗ്രി വെളിയിലിറങ്ങിയ കരിഞ്ഞു പോണ അവസ്ഥയായി. കോടി സൂര്യന്മാർ വന്നാലോ കരിഞ്ഞു പോയത് തന്നെ അല്ലേ. സൂര്യനിലേക്ക് ഒരുത്തൻ പോയാൽ അവിടെ സൂര്യനിലേക്ക് അവൻ ലയിച്ചു എന്നർത്ഥം. പക്ഷേ ഈ സൂര്യനോ ഒരു കാലത്തും ഇരുട്ടിനെ കാണാൻ നിവൃത്തിയേ ഇല്ല. സൂര്യന് ഇരുട്ടിനെ കാണാൻ പറ്റുമോ? സൂര്യൻ വിചാരിച്ചു ഞാൻ ഒന്ന് രാത്രി കണ്ടിട്ട് ഇന്നൊരു, അപ്പോൾ രാത്രി അയാൾ ഉപദേശിച്ചു സൂര്യനെ ഒരു 8 മണി വരെ നിന്നാൽ രാത്രി കാണാം. സൂര്യൻ 8 മണി വരെ നിന്നാൽ രാത്രി ഉണ്ടോ? ഇനി രാത്രി ദേവതയ്ക്ക് സൂര്യനെ കാണാൻ പറ്റുമോ? രാത്രിയുടെ സ്വരൂപം ഇരുട്ടാണ്, സൂര്യന്റെ സ്വരൂപം വെളിച്ചമാണ്. യുഷ്മത് അസ്മത് പ്രത്യയ ഗോചരയോഹോ വിഷയ വിഷയിണോഹോ തമഃ പ്രകാശ വിരുദ്ധ സ്വഭാവയോ. യുഷ്മത് അസ്മത് പ്രത്യയം ഇതുപോലെയാണ് ഞാൻ നീ എന്നുള്ളത്.
ഞാൻ എന്ന് പറയുന്നത് സ്വയം പ്രകാശിതമായ പൊരുളാണ്, നീ എന്ന് പറയുന്നത് ഇരുട്ടാണ്. കാരണം നിന്നെ എനിക്കറിയില്ല. ഏതോ ബാഹ്യമായിട്ട് ആധാർ കാർഡൊക്കെ വെച്ച് ഞാൻ പറയണു ഇതാണ് ആളെന്ന് പറയണമെന്നല്ലാതെ ഉള്ളിലെ അനുഭവത്തെ എനിക്കറിയില്ല. പക്ഷെ ഞാനുണ്ട് എന്നറിയാൻ എനിക്കൊരു ആധാർ കാർഡിൻ്റെയും ആവശ്യമില്ല. എൻ്റെ സ്വരൂപത്തെ അറിയാൻ എനിക്കൊരു ആധാർ കാർഡിൻ്റെയും ആവശ്യമില്ല. ഞാൻ സ്വയം പ്രകാശിതമായിട്ടുള്ള പൊരുളാണ്. അതുകൊണ്ട് ഞാൻ പ്രകാശമാണ്, നീ എന്ന് പറയുന്നത് ഇരുട്ടാണെന്ന് പറഞ്ഞു. തമസ് പ്രകാശ വിരുദ്ധ സ്വഭാവാത്. തമസ് പ്രകാശം എന്ന് പറയുന്നത് പോലെ വിരുദ്ധമായിട്ടുള്ള സ്വഭാവങ്ങളാണ്. രണ്ടും ഒരിക്കലും കൂടിച്ചേരില്ല അല്ലേ? ഒരു കോയിൻ്റെ മുൻവശവും പിൻവശവും ഒരിക്കലും തമ്മിൽ കൂടിച്ചേരില്ല. ഒന്ന് മുന്നിലും ഒന്ന് ബാക്കിലും. പക്ഷെ ആത്മാവോ ഇരുട്ടിനെയും പ്രകാശിപ്പിക്കാനുള്ള കഴിവ് ആത്മാവിനുണ്ട്. നോക്കൂ, നമ്മൾ ഇരുട്ടിനെ കാണണില്ലേ? നമ്മൾ പ്രകാശത്തിനെയും കാണുന്നുണ്ട്. സൂര്യന് വഴിയില്ല, സൂര്യൻ ഇരുട്ടിനെ കാണാൻ വഴിയില്ല. ഇരുട്ട് അജ്ഞാനമാണ്. നമ്മൾ അജ്ഞാനത്തിലൂടെ അല്ലേ ഈ വെളിച്ചം, ആത്മജ്ഞാനത്തിന്റെ വെളിച്ചം കണ്ടോ ഇല്ലയോ, എല്ലാവരും ഇരുട്ടിനെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇരുട്ടിനെ കണ്ട ആള് തന്നെ പ്രകാശത്തിനെ കാണുന്നു. സ്വപ്നത്തിലെ എല്ലാ റൂമെല്ലാം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങി, ഒരു തരി വെളിച്ചമില്ല. സ്വപ്നത്തിൽ ആരാ ഈ ലൈറ്റ് മാൻ? സ്വപ്നത്തിൽ ആരാ ഈ വിളക്കടിക്കണത്? എവിടെന്നാ ഈ പ്രകാശം വരണത്? ആത്മാവിന്റെ പ്രകാശം. അത് ബുദ്ധിയുടെ പ്രകാശമാണെന്ന് നമ്മൾ പറയും. പക്ഷെ ബുദ്ധിയെ ആര് പ്രകാശിപ്പിക്കണോ ആ പൊരുളിന്റെ പ്രകാശമാണ് നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത്. സ്വപ്നം കാണണ പൊരുൾ ആര്? ഞാൻ തന്നെയാണ്. സുബദ്ഭ്യോ ജാഗ്രദ്ഭ്യശ്ചവോ നമഃ. സ്വപ്നത്തിലും ജാഗ്രത്തിലും ഇരിക്കുന്നത് ആരോ ആ ഭഗവാൻ ഒരു നമസ്കാരം എന്ന രുദ്രത്തില്. അപ്പോൾ ആ സാക്ഷി മാത്രമായ പൊരുളാണ് തൻ്റെ സ്വരൂപം. ആ സ്വരൂപത്തിനകത്ത് ഒപ്പം ഉയരാൻ ഒന്നുമേ ഇല്ല അല്ലേ? അതിനെ ഈ ലോകത്ത് ഒരു വസ്തുവിനെ വെച്ച് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഓങ്കാരപ്പൊരുൾ ഒപ്പ് ഉയർവില്ലോ ഉന യാരറിവാർ അരുണാചല. ഈ മൈക്കിനെ എനിക്ക് അറിയാൻ നിവർത്തിയില്ല. ഈ മൈക്കിനെ ഞാൻ അറിയണമെങ്കിൽ ഈ മൈക്കിലേക്ക് ഞാൻ പ്രവേശിച്ചതിന് ശേഷമേ എനിക്ക് മൈക്കാവാൻ പറ്റൂ. ഈ മരത്തിനെ എനിക്കറിയില്ല. ഈ മരത്തിൽ ഞാൻ പ്രവേശിച്ചാൽ മാത്രമേ എനിക്ക് മരത്തിന്റെ അനുഭവം ഉള്ളൂ. അപ്പോൾ ബ്രഹ്മം എന്ന് പറയുന്നത് വെളിയിലേക്കുള്ളൊരു പൊരുളല്ല. വെളിയിലുള്ള പൊരുളിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിൽ നിന്നും അന്യമായ ഒരു പൊരുളിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിൽ നിന്നും അന്യമായിട്ടൊരു പൊരുളിനെയാണ് ഈശ്വരനായിട്ട് നമ്മൾ കാണണതെങ്കിൽ ഒരിക്കലും നമുക്ക് ഈശ്വര തുല്യം വരികയില്ല. ഈശ്വരനാവാനേ പറ്റില്ല. തന്നിൽ നിന്നും അന്യമായിട്ട് ആണ് ഈശ്വരൻ ഇരിക്കണമെങ്കിൽ ഈ ഉപനിഷത്തൊക്കെ വെറും കെട്ടുകഥയാണ്. തത്വമസി ഒരിക്കലും പ്രാക്ടിക്കലി ആവില്ല. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നത് തൻ്റെ തന്നെ സ്വരൂപമാണ്. ആ സ്വരൂപത്തിലേക്ക് നമ്മൾ തിരിയലാണ് ഈശ്വരനായി നമ്മൾ മാറണത്. വെളിയിലൊരു വസ്തുവാണ് ഈശ്വരനെങ്കിൽ നമുക്ക് അറ്റൈൻ ചെയ്യാനേ പറ്റില്ല. അതാണ് ഒപ്പുയർവില്ലോ. അതിനോട് ഒപ്പം നിർത്താൻ ഈ പ്രകൃതിയിൽ, ഒരു പ്രപഞ്ചത്തിൽ ഒരു വസ്തു ഇല്ല. അതിനേക്കാളും മികച്ചത് എന്ന് പറയാൻ ഒരു വസ്തു ഇല്ല. അതായിട്ടിരുന്നാൽ മാത്രമേ അറിയാൻ നമുക്ക് കഴിയുള്ളൂ. ആത്മാവായിട്ടിരിക്കുക. ആത്മാവിനെ നമ്മൾ ഇതുപോലെ ഇരിക്കും, വെള്ളം പോലെ ഇരിക്കും, ചുഴി പോലെ ഇരിക്കും, കടൽ പോലെ ഇരിക്കും. എന്നാ കടലാണോ ആത്മാവെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ കടലിൽ ആത്മാവുണ്ട്. ഒപ്പുയർവില്ല ഓർമൊഴി ഓർമൊഴി, ഒരേ ഒരു മൊഴി. ഉപനിഷത്തെല്ലാം വ്യാഖ്യാനം ചെയ്യണത് ഒരേ ഒരു പൊരുളിനെയാണ്, ഒരേ ഒരു വസ്തുവിനെയാണ്. എല്ലാ ഉപനിഷത്തുക്കളും സദ്ഗ്രന്ഥങ്ങളും ഒക്കെ പറയണത് ഏതാ? ഒരേ ഒരു ആത്മതത്വത്തിനെയാണ് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രകൃതിയെ ഒരേ ഒരു തത്വത്തിനെയാണ് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. പശുക്കൾ ധാരാളം ഉണ്ടാവും, പല നിറത്തിലെ പശുക്കൾ ഉണ്ടാവും. പക്ഷേ
പല നിറത്തിലെ പശുക്കളിൽ നിന്നും കിട്ടുന്നത് ഒരേ നിറത്തിലെ പാലാണതുപോലെ ഉപനിഷത്തുക്കളും സദ്ഗ്രന്ഥങ്ങളും ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ ഉണ്ട്. ഇതിലൂടെയൊക്കെ കിട്ടുന്നത് ഇതിൻ്റെ സാരമാണ്. വേദാന്തത്തെ വേററ വിളങ്കും വേദപ്പൊരുൾ അരുൾ അരുണാചല. വേദാന്തത്തെ വേററ വിളങ്കും, വേദത്തിൻ്റെ സാരമാണ്. ആ വേദത്തിൻ്റെ സാരം അനുഭവമാണ്. ആ അനുഭവമോ ഒപ്പം നിൽക്കാൻ ആരുമേ ഇല്ല, അതിനേക്കാളും ഉയർന്നതും ആരുമില്ല, അല്ലേ? തനിക്ക് ഒപ്പം താനേ ഉള്ളൂ. താൻ എന്നുള്ള അനുഭവമില്ലെങ്കിൽ എത്ര ഉയരം വന്ന ആൾ നമ്മുടെ മുമ്പിലിരുന്നാലും അവരൊന്നും ഒരു പ്രസക്തിയില്ലാതാവും. അപ്പൊ താനാണ് ഏറ്റവും ഉയർന്നത്. കസ്മിന്നു ഭഗവോ വിജ്ഞാതം സർവമിതം വിജ്ഞാതം ഭവതീതി. ഏതൊന്നിനെ അറിഞ്ഞാലാണോ എനിക്ക് തൃപ്തി കിട്ടണത്, ആ വിദ്യ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള അപ്പളത്തെ ഉണ്ടാക്കിയാൽ, ഭഗവാൻ പറയാണ് ഇവിടെ, അങ്ങനെയുള്ള അപ്പളം ഉണ്ടാക്കൂ. എങ്ങനെയാ? ഈ ഭൂമിയിൽ പോയി ഏങ്കിത്തിരിയാമൽ, സംസാരത്തിൽ പോയി പെടാതെ ഉപനിഷത് പ്രോക്തമായ വാക്യത്തെ സദ്ഗുരുവിൽ നിന്ന് കേട്ട് ആ തത്വത്തിലേ ഇരുന്ന്, അതെവിടെയോ ഉയർന്ന പൊരുളാണ്, അല്ല എൻ്റെ ഒപ്പം ഇരിക്കണ, അതിനൊപ്പമായിട്ടുള്ളൊരു പൊരുളിനെ കണ്ടാൽ പോരാ, അതുവേ സ്വരൂപമായിട്ട് ഇരുന്നിട്ട് അങ്ങനെയുള്ള അപ്പളം ഇട്ട് പാര്, அதை சாப்பிட்டு உன் ஆசையை தீரும். കസ്മിന്നു ഭഗവോ വിജ്ഞാതം സർവമിതം വിജ്ഞാതം ഭവതി. ഈ ഒരു അപ്പളം കഴിച്ചാൽ പിന്നെ കഴിക്കേണ്ട ആവശ്യമേ ഇല്ല. അത്ര സദ്ഗുരു ആവുന്ന അപ്പളത്തെ കഴിക്കും. പിബേയം ഹി നിത്യം ഗുരുചരണ തീർത്ഥം. ഋഷികേശത്തിൽ ഇരുന്ന സമയത്ത് പെട്ടെന്ന് തോന്നിയോ, നിത്യം ഗുരുവിൻ്റെ ചരണത്തിലാകുന്ന തീർത്ഥം കുടിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ തത്വത്തെ കുടിക്കുക. അല്ലാതെ കാല് കഴുകി കുടിച്ചിട്ടൊന്നും കാര്യമില്ല. ഗുരു ഏതൊരു തത്വത്തിനെയാണോ മുന്നിൽ നിർത്തുന്നത്, ആ തത്വത്തിനെ നമ്മൾ പിപത ഭാഗവതം രസം ആലയം മുഹരഹോ രസികാഹ. പിപത കുടിക്കുക, ആ തത്വത്തിനെ അങ്ങോട്ട് കുടിക്കുക, ആ തത്വത്തെ അങ്ങോട്ട് കഴിക്കുക. കഴിച്ചാൽ அதை சாப்பிட்டு உன் ஆசையை தீரு, പിന്നെ ആശയേ ഇല്ലാതിരിക്കും. അടുത്ത വരി, താനല്ല വൈങ്കോഷ ക്ഷേത്രമിതിൽ വളർ താനെന്നു മാനമാം ധാന്യവുളുന്തൈ നാനാരജ്ഞാന വിചാരത്തി കയ്യിൽ நானல்லவென்றே உடைத்து பொடித்து அப்பளமிட்டு பாரு, அதை சாப்பிട്ടും ആസയെ തീര്. ഈ ശരീരം പഞ്ചകോശ നിർമ്മിതമാണ്, പഞ്ചഭൂത നിർമ്മിതമാണ് ഈ ശരീരം. ഈ ശരീരത്തിൻ്റെ ഉള്ളിലോ പഞ്ചകോശമായിട്ടിരിക്കുന്നു. ഏതൊക്കെയാ? അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്ന പഞ്ചകോശത്തിനായിട്ട് ഈ ശരീരം സൂക്ഷ്മ തലത്തിലിരിക്കുന്നു. ഭഗവാൻ പറയുന്നു, താനല്ല വൈങ്കോശ ക്ഷേത്രമിതിൽ. ഈ പഞ്ചകോശമായിട്ടിരിക്കുന്നത്, കോശം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് എന്നർത്ഥം, അല്പം. ഈ പഞ്ചകോശമായിട്ടിരിക്കണ ഈ ക്ഷേത്രത്തിലെ ഈ ശരീരം എന്ന് പറഞ്ഞ ക്ഷേത്രം എന്ന് പറഞ്ഞ ശരീരം എന്ന് തന്നെ അർത്ഥം. ഈ ക്ഷേത്രത്തില് വളർന്നുകൊണ്ടിരിക്കുന്നത് ഞാനല്ല, ഈ അന്നമയമായ ശരീരം ഞാനല്ല. താനെന്ന് മാനമാം ധാന്യവുളുന്തൈ. ഈ പഞ്ചകോശമായിട്ടുള്ള ഈ ശരീരത്തിലെ ഈ മനസ്സ് എന്ന് പറഞ്ഞ ജീവൻ ഞാനാണെന്നുള്ള അഭിമാനത്തിലാണ് എല്ലാത്തെയും നേടിക്കൊണ്ടിരിക്കുന്നത്, എല്ലാത്തിനെയും വേണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചിന്ത എന്ത് ചെയ്യണം? ഈ മനമാകുന്ന ധാന്യ ഉഴുന്ന്, പപ്പടം ഉണ്ടാക്കണമെങ്കിൽ ഉഴുന്ന് വേണം. ഈ മനസ്സാണ് ഈ പപ്പടത്തിന് വേണ്ടിയിട്ടുള്ള ഉഴുന്നത്രേ.
ഈ ഉഴുന്നിനെ എന്താ ചെയ്യേണ്ടത്? നാനാറ് ജ്ഞാനവിചാര തിരികയിൽ ഞാൻ ആര് എന്നുള്ളൊരു വിചാരം ചെയ്യണം. നാനാരൻ ജ്ഞാനവിചാരം. ഈ പഞ്ചകോശ ശരീരത്തിലുള്ള ഈ മനസ്സ് എന്നൊരു ജീവാഭിമാനം, ഈ ജീവാഭിമാനം ഞാനെന്ന് നമ്മൾ കരുതിയിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ സഫറിങ് മുഴുവൻ വരണത്, ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ദുഃഖം വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഉള്ളിലിരിക്കുന്ന മനസ്സാണ് എനിക്ക് പപ്പടം വേണം, ഇത് വേണം, അപ്പളം വേണം, എൻ്റെ കുട്ടി നന്നായിരിക്കണം, വീട് നന്നായിരിക്കണം, അച്ഛൻ നന്നായിരിക്കണം, ഭാര്യ നന്നായിരിക്കണം, എക്സ്പെക്ടേഷൻ ഉണ്ടാക്കുന്നത്, ആഗ്രഹം ഉണ്ടാക്കുന്നത്. ഈ മനസ്സിനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ മനസ്സാകുന്ന ധാന്യ ഉഴുന്ന്, ഈ മനസ്സാകുന്ന ധാന്യ ഉഴുന്നിനെ ഞാനാര് എന്നൊരു വിചാരത്തിലൂടെ, ഭഗവാൻ പറയുന്നു ഞാനാര് വിചാരം എന്ന് പറയുന്നത് ഒരു തിരികല്ലാണ്. ഈ ഉഴുന്നൊക്കെ ഇട്ടിട്ട് ആട്ടാൻ വേണ്ടി ഇപ്പോഴല്ലേ സ്വിച്ച് ഇട്ട ഗ്രൈൻഡർ ആട്ടുന്നത്, പണ്ട് ഇങ്ങനെ ഇട്ട് ആട്ടും. ഇപ്പോൾ ഈ കല്ലൊക്കെ ഇപ്പോൾ എല്ലാ വീട്ടിലും ഇപ്പോൾ ചവിട്ടുപടിയായിട്ടിരിക്കും. ഈ കല്ല് ആർക്കും വേണ്ടല്ലോ, ഇത് ചവിട്ടുപടി കയറിപ്പോണ ഒരു സാധനമായി മാറി. ഇപ്പോൾ ഗ്രൈൻഡറല്ലേ, സ്വിച്ച് ഇട്ടാൽ എല്ലാം ഗ്രൈൻഡ് ചെയ്ത് ഇഡ്ഡലി വേണമെങ്കിലും ചുട്ട് തരും ഇനി ഭാവിയിൽ. അപ്പോൾ അതുപോലെ ഈ കുഴവിയും ഈ കല്ലുണ്ടല്ലോ, ഈ കല്ലാണ് ഞാൻ ആരെന്നൊരു വിചാരം. ഈ മനസ്സിനെ ഈ കല്ലിലിട്ട് ഞാനല്ല വെன்றേ ഉടയ്ത്തു പൊടിത്ത്, ഇത് ഈ മനസ്സ് ഞാനല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഉഴുന്നിനെ അങ്ങോട്ട് ഉടയ്ത്തു പൊടിച്ചപ്പോൾ നല്ല മാവ് കിട്ടി. ആ നല്ല മാവ് കൊണ്ടുണ്ടാക്കണ അപ്പളം ഇട്ടുപാര് അതെ ശാപ്പിട്ടു ആശയത്തിൽ. നോക്കൂ, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ പഞ്ചകോശങ്ങളൊന്നുമല്ല. ന ഭൂമി ന തോയം ന തേജോ ന വായു ന ഖംനേന്ദ്രിയം വാ ന തേഷാം സമൂഹ അനൈകാന്തികത്വാത് സുഷുപ്തേക സിദ്ധസ്തദേകോവശിഷ്ട ശിവക്കേവലോഹം. ഞാൻ ഈ പഞ്ചകോശമായിട്ടുള്ള ശരീരമല്ല, പഞ്ചഭൂതങ്ങൾ നിർമ്മിതമായിട്ടുള്ള ഈ ശരീരമല്ല. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്നൊരു അഭിമാനത്തോടു കൂടിയിരിക്കുന്ന അഹങ്കാരം എന്ന് പറയുന്ന മനസ്സല്ല ഞാൻ. ഈ മനസ്സാകുന്ന ധാന്യമാകുന്ന ഉഴുന്നിനെയാണ് നമ്മളെടുത്ത് വിചാരം ചെയ്യേണ്ടത്, മനനം ചെയ്യേണ്ടത്. ആ മനനത്തിലൂടെ നമ്മൾ ഞാൻ മനസ്സല്ല എന്ന് മനസ്സിലായി, ഞാൻ സദ്ബോധമാണെന്ന് മനസ്സിലായി. ആ ബോധമാകുന്ന അപ്പളത്തെ ചുട്ട് പാര് அதை അപ്പളത്തെ ഇട്ട് പാര് அதை ശാപ്പിട്ട് ഉൻ ആശை തീര്. ആശ മനസ്സിൻ്റെ തന്നെ സ്വരൂപമാണ്. ആശ, പ്രതീക്ഷ മനസ്സിൻ്റെ തന്നെ സ്വരൂപമാണ്. അപ്പോൾ ഈ പഞ്ചകോശത്തിൽ ഈ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ആത്മവിചാരം ചെയ്ത് ഈ മനസ്സിനെ ഇല്ലാതാക്കണം. ഉള്ളില് മനനം ചെയ്ത് ആ മനസ്സിൻ്റെ ദോഷത്തെ നമ്മൾ ഇല്ലാതാക്കണം. ഇല്ലായ്മയിൽ നിന്നും ഉണ്മയിലേക്ക് മനസ്സിലൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. മനസ്സിനെ തിരിക്കണം. ചിതി തത്പദലക്ഷ്യാർത്ഥ ചിതേകരസരൂപിണി. ചിത്താകുന്ന രസത്തിലേക്ക് ഈ മനസ്സിനെ, ഈ ചിത്തമാകുന്ന ദേവിയെ ചിത്താകുന്ന ശിവനിലേക്ക് നമ്മൾ തിരിക്കുക. ഇതിനെയാണ് സാധന എന്ന് പറയണത്. അങ്ങനെ തിരിച്ചാൽ ഇതൊന്നും ഞാനല്ല എന്ന് സ്വയമേവ നമ്മൾ അറിയും. നമ്മളെ സ്വരൂപത്തിനെ അറിഞ്ഞാൽ ഈ കാണുന്നതൊക്കെ വെറും നാടകമാണ്. മരുഭൂമിയിൽ കാണുന്ന നീര് പോലെയാണ്. ആരും ഒരു ഗ്ലാസ് വെള്ളമായിട്ട് ആ മരുഭൂമിയിലെ നീര് കുടിക്കാൻ പോയില്ല. കാരണം അറിയാവുന്നുള്ളവർ പോവില്ല. അറിഞ്ഞുകൂടാത്ത ആട്, മാന് ഒക്കെ ഈ വെള്ളം കണ്ടിട്ട് കുടിക്കാൻ വേണ്ടി ഓടി 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 ചത്തുപോകുന്നു. പാവം ശിവ ശിവ. ആഗ്രഹത്തിൻ്റെ പിന്നാലെ ഓടി 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 ഒരു ഇയാം പാറ്റ, ഒരു പക്കി. ആ പക്കി വെളിച്ചത്തിനെ കണ്ട് കണ്ട് ചുറ്റി ചുറ്റി ചെന്ന് നേരെ തീയിൽ പോയി വീണ് സ്വയമേവ മരിക്കും. ഒരു മാൻ അതിൻ്റെ ഒരേ ഒരു ഇന്ദ്രിയത്തിൻ്റെ ശക്തി കൊണ്ട് അതിന് മൃത്യു വരണം. ആ ശ്രവണം എന്നൊരു ഇന്ദ്രിയമുണ്ട്, കാത് എന്നൊരു ഇന്ദ്രിയം. ആ കാത് എന്നൊരു ഇന്ദ്രിയത്തിലൂടെ ഏതോ മ്യൂസിക് ഒക്കെ കേട്ടപ്പോൾ അതിൻ്റെ പിന്നാലെ ഓടി വേടൻ ഈ സൈഡിൽ നിന്ന് അമ്പ് ചെയ്ത് കൊന്നു. അപ്പോൾ ഏതൊരു വസ്തുവിനാണോ ശക്തി കൂടുതലായിട്ട് അനാത്മ വസ്തുവിൽ നിൽക്കണോ ആ വസ്തുവിലൂടെ തന്നെ നമുക്ക് മൃത്യുണ്ട്. അതുകൊണ്ട് ഈ മനസ്സ് വലിയ ശക്തി സ്വരൂപമാണ്. അതുകൊണ്ടാണ് ദേവിയെ ശക്തി സ്വരൂപിണ്യേ നമഃ.
മാനസ്വിനി എന്ന് പറയണത് നമ്മൾ. ആ ദേവി മനസ്സാണ്, വളരെ ശക്തിയാണ്. ഈ ശക്തിയെ ശിവനിൽ പോയി ഒടുക്കുക. ശക്തി ഒടുങ്കിട ഓങ്കും അരുണാചലം എന്ന് അറി എന്ന് മഹർഷിയെ പറഞ്ഞു ഉപദേശം. അതുകൊണ്ട് ഈ ശക്തിയിലേക്ക് നമ്മൾ കൊണ്ടുപോയി ശക്തിയെ കൊണ്ട് ഈ അമൃതത്വമാകുന്ന ശിവനിലേക്ക് ലയിപ്പിക്കുക. അവിദ്യയാ മൃത്യും തീർത്വ വിദ്യയാ അമൃതമശ്നുതേ. ആ വിദ്യയിലൂടെ നമ്മൾ അമൃതത്വത്തിനെ നേടുക. അങ്ങനെയുള്ള അപ്പളം ഇട്ട് പാര് அதை சாப்பிட்டு ഉൻ ആസയെ തീര്. തുടർന്ന് നമുക്ക് നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ.